നമസ്കാരം. അസീന്താന്നില്ല സുഖമല്ല. കുറേ കുട്ടികൾ നല്ല പരാതിയായിട്ട് വരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികളെ വെള്ളത്തിൽ ഭയങ്കര പീഡിപ്പിക്കുന്നുണ്ടെന്ന് പറയും ചില ആൾ. എല്ലാ വെള്ളത്തിലില്ല. അപ്പോൾ അത് കുട്ടികളോട് അങ്ങനെ ചെയ്യരുത്. കാരണം വെച്ചാൽ നമ്മൾ അനിയന്മാരാണ്. അവർ വേറൊരു മാർഗ്ഗമില്ലാണ്ടാണ് ആ തൊഴിലിലേക്ക് വന്നത്. 20, 18, 19, 21 വയസ്സുള്ള കുട്ടികളൊക്കെയാണ്. അപ്പോൾ നമ്മൾ അനിയന്മാരാന്നുള്ള ശ്രദ്ധ അവർക്ക് കൊടുക്കണം. ചിലർ ഭയങ്കര പീഡിപ്പിക്കലാണ്. ഈ വെള്ളത്തിൽ 50 ആൾ ജോലിയിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് പിള്ളേരാണ്, ചെറിയ കുട്ടികൾ. അതെല്ലാ വെള്ളത്തിലുണ്ട്, 4, 5 ഈ കടലിപ്പണിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട് ജോലിയെടുക്കുന്നത് അവരാണ്. നമ്മളൊക്കെ കണ്ടത്, അനുഭവിച്ചാണ്. അവരെടുക്കുന്ന ജോലിയൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളവരെ പ്രയാസപ്പെടുത്തരുത്, അവരെ വാക്ക് പറയരുത്. അവരെ നല്ല രീതിയിൽ അവരോട് സംസാരിക്കണം. കുറേ ആൾ പലത് അവരെ കൊണ്ട് ചെയ്യിക്കണം, പീഡനം. ചില മേഖലയിൽ, ചില ഭാഗത്തൊന്നുമില്ല. അവരൊക്കെ എടുക്കുന്ന ജോലിക്കെല്ലാം 1.5 ആളെ കൂലി കൊടുക്കണം, 1.5 ആളെ പങ്കുവെച്ച് കൊടുക്കണം. ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന കുട്ടികളാണ്. നമ്മളിവിടെ ജോലി എടുക്കുന്നതിന് പൈസ വളരെ കുറവാണ്. ഈ തെക്ക് ഭാഗത്ത്, വടക്ക് ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ 1.5 ആളെ പങ്കിനാണ് ചില ആൾക്കാരെന്നെ ജോലി എടുക്കുന്നത്, മത്സ്യത്തൊഴിലാളികൾ. റിസ്ക് എടുത്ത് ജോലി എടുക്കണമെങ്കിൽ വടക്ക് ഭാഗത്തൊക്കെ നല്ല പൈസ കിട്ടും. നമ്മളെ ഈ പൊന്നാനി മുതൽ ചാലിയം വരെ വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് കഴിവിൻ്റെ പരമാവധി നിങ്ങളവരെ പീഡിപ്പിക്കാതിരിക്കുക, അവരെ വാക്ക് പറയാതിരിക്കുക. നമ്മൾ അനിയന്മാരെന്നുള്ള ശ്രദ്ധ അത് കൊടുക്കണം. നമ്മൾ ആ റെസ്പെക്റ്റ് അവർക്ക് കൊടുക്കണം. അപ്പോൾ അവർ നമ്മളോട് ബഹുമാനം കൊണ്ട് കാണിക്കും. അവർക്കൊക്കെ വളരെ പ്രയാസമാണ് ജോലി, നമ്മൾ അനുഭവിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ കുറേ വെള്ളത്തിൽ പീഡനം അങ്ങനെ ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. മോശത്തിലുള്ള പരിപാടിയാണ്. നമ്മൾ അനിയന്മാരല്ലേ. അപ്പോൾ ചില വെള്ളത്തിലാണ് അതുള്ളത്. എല്ലാവർക്കും നല്ലത് പറ്റി നിർത്തുന്ന വീഡിയോ. ഓവറായാലും പ്രയാസമാണ്. അടുത്ത വീഡിയോയിൽ വരാം. ഗുഡ് ബൈ.